ഓണം ആഘോഷിക്കാൻ പറ്റില്ല അവർക്ക് ആ കൊല്ലം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലൊന്നും അവർക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ അവർ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നു. കുറേ കൊല്ലങ്ങളായിട്ട് അവർക്ക് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓണാഘോഷങ്ങളോ മറ്റാഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തെങ്കിലും ഒരു സന്തോഷത്തിന് തരണ്ടേന്ന് കരുതിയിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ സന്തോഷമായി. കാരണം നമ്മൾ ഈ ഓണവും മറ്റും കുറച്ചൊക്കെ വരുമ്പോൾ അലോകത്തുനിന്ന് ഭക്ഷണം അങ്ങോട്ടും പിന്നെ ഓണത്തിൻ്റെ സദ്യക്ക് വിളിക്കലും സദ്യ അങ്ങോട്ട് കിട്ടലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ അയൽപക്കത്തിൻ്റെ ഒരു സൗഹാർദ്ദമാണ്, മനുഷ്യർ തമ്മിലുള്ളൊരു സൗഹാർദ്ദമാണ്, അതിൻ്റെ ഭാഗമാണ്. അതിനൊന്നും തെറ്റുണ്ടോയെന്ന് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് ഈ ഓണത്തിന് സദ്യ ഉണ്ണാൻ വരുന്നതിന് നമ്മൾ ഈ സൗഹൃദം നിലനിർത്തുന്നതൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ പല സെറ്റ് സാരിയൊക്കെ എടുത്ത് സ്കൂളിലും ടീമും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കലും ചാടലും പാടലും അതൊക്കെ നമുക്ക് തെറ്റ് തന്നെയാണ്. അത് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണ്. അതിനിപ്പോൾ സ്ത്രീകളെ മാത്രമല്ല ആണുങ്ങളും തന്നെ പോയിട്ട് ആഘോഷിച്ച് ചാടിക്കളിക്കലും അതിൽ ഇങ്ങനെ കുത്തി മറിയുന്ന പരിപാടികൾ അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരു കുറച്ച് ആളുകളുണ്ടല്ലോ, ഈ പലയുള്ള വീട്ടിൽ മരണവും മറ്റും മറിച്ചൊക്കെ ഉണ്ടായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാർ അവർ തീർത്തും മാറി നിൽക്കുന്നുണ്ടല്ലോ. കാരണം അത് അവരുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു മതത്തിൻ്റെ ആചാരമായതുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല. മതത്തിൽ ആഘോഷിക്കാൻ പാടുള്ളതായ ആഘോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാര്യം എന്ന് ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ ഓണാഘോഷം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ ഓന് വലിയൊരു ഭീകരവാദി തീവ്രവാദി ആക്കണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അവർ മറ്റൊരു മതസ്ഥൻ്റെ ആഘോഷങ്ങളിൽ കൈ തലടാൻ പോകണ്ട, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അവരെ കൂട്ടത്തിൽ പെട്ടതാണെന്നാണ്. എന്നിട്ട് പറയണ മൂല്യന്മാർ ആണ് മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് ചിത്രീകരിച്ച് മൂല്യന്മാരെ തളർത്തി കെട്ടിക്കാണ്ട് ചെയ്യണ പരിപാടി വളരെ മോശം പരിപാടിയായിപ്പോയി. പിന്നെ ഇവർ ജുമായ്ക്ക് ഓണ ഫോട്ടും ഈ പരിപാടി കഴിഞ്ഞ് ഓണപരിപാടിൻ്റെ ഇടയിൽ കൂടെ ജുമായ്ക്ക് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ചില ആൾക്കാർക്ക് വീഡിയോ കിട്ടിയിരുന്നു. ഒരു നല്ല പ്രവൃത്തി ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇല്ല, അതിൻ്റെ മുന്നത്തെ 2-3 വെള്ളിയാഴ്ച മുമ്പ് ആ ദിവസം പള്ളിയിൽ പോയപ്പോൾ കള്ളുടിച്ചുകൊണ്ട് ചങ്ങായിണ്ട് ജുമാസ്കരിക്കാൻ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, മനുഷ്യന്മാർ പരലോചിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിച്ചാൽ വരുന്നൊരു കൂട്ടരുണ്ട്.